പരാജയങ്ങളെല്ലാം ഒരൊറ്റ വിജയം കൊണ്ട് എഴുതിത്തള്ളാനാകും എന്നൊരു മാജിക് ഉണ്ട് സിനിമക്ക്. അത്തരമൊരു മേജിക്കൽ കാഴ്ചയിലേക്കാണ് നേരി എന്ന ചിത്രത്തിലൂടെ മോഹൻലാലും ജിത്തു ജോസഫും പ്രേക്ഷകരെ കൊണ്ടുപോകുന്നത്. ദൃശ്യം പോലൊരു സസ്പെൻസ് ത്രില്ലറായിട്ടല്ല നേര് ഒരുക്കിയിരിക്കുന്നത്. ഏറെ വൈകാരികമായ മുഹൂർത്തങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ഒരു കോർട്ട് റൂം ഡ്രാമയാണ് നേര്. അമിതമായ ട്വിസ്റ്റുകളോ ഹീറോ പരിവേഷമുള്ള മുഹൂർത്തങ്ങളോ ഇല്ലെങ്കിലും പ്രേക്ഷകരെ എൻഗേജ് ചെയ്യിക്കാനും രസിപ്പിക്കാനും നേരിന് കഴിയുന്നുണ്ട്. സിനിമയുടെ തലക്കെട്ടിനോട് അങ്ങേയറ്റം നീതി പുലർത്തുന്ന ചിത്രമാണ് നേര് എന്ന് പറയാം. പകൽ പോലെ വ്യക്തമായ നേരിനെ മൂടിയ എല്ലാ ഇരുട്ടുകളെയും വകഞ്ഞു മാറ്റി സത്യത്തെ പുറത്തെടുക്കുകയാണ് ചിത്രം. അന്ധയായ സാറ എന്ന പെൺകുട്ടി വീട്ടിൽ ആരുമില്ലാത്ത സാഹചര്യത്തിൽ അജ്ഞാതനായ ഒരു ചെറുപ്പക്കാരനാൽ റേപ്പ് ചെയ്യപ്പെടുന്നതും ദൃക്സാക്ഷികളൊന്നുമില്ലാത്ത ആ കേസിൽ പ്രതിയെന്ന് സംശയിക്കുന്നയാളെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരാൻ സാറ ശ്രമിക്കുന്നു. സാറയുടെ കേസ് ഏറ്റെടുക്കുന്നതിൽ നിന്നും ലീഡിംഗ് അഡ്വക്കേറ്റ്സിനെയെല്ലാം പ്രതിയുടെ സ്വാധീനം ഉപയോഗിച്ച് തടയുന്നു. സാറയുടെ കേസ് ആര് ഏറ്റെടുക്കും? ഇതൊരു ചോദ്യചിഹ്നമായി നിൽക്കുന്നിടത്തേക്കാണ് അഡ്വക്കേറ്റ് വിജയമോഹൻ എത്തുന്നത്. നീതി തേടിയുള്ള സാറയുടെയും അഡ്വക്കേറ്റ് വിജയമോഹൻ്റെയും ശ്രമകരമായ യാത്രയുടെ കഥയാണ് ചിത്രം പറയുന്നത്. ആത്മവിശ്വാസം നഷ്ടപ്പെട്ട താൻ ഈ ജോലിക്ക് ഫിറ്റല്ലെന്ന് വിശ്വസിച്ച് ഒതുങ്ങിക്കൂടി കഴിയുന്ന വിജയമോഹനിൽ നിന്നും സത്യം തെളിയിക്കാനായി സാധ്യമായ എല്ലാ വഴികളിലൂടെയും സഞ്ചരിക്കുന്ന മിടുക്കൻ അഭിഭാഷകനായി മോഹൻലാൽ കത്തിക്കയറുകയാണ്. മിതത്വത്തോടെയും വളരെ കൺവിൻസിംഗ് ആയുമാണ് മോഹൻലാലിൻ്റെ കഥാപാത്രത്തിൻ്റെ നിർമ്മിതി. ഇതുവരെ കാണാത്തൊരു മോഹൻലാലിനെ കൂടിയാണ് നേര് പ്രേക്ഷകർക്ക് സമ്മാനിക്കുന്നത്. ചിത്രത്തിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന മറ്റൊരാൾ അനശ്വര രാജനാണ്. കാഴ്ചപരിമിതിയുള്ള ഒരു പെൺകുട്ടിയുടെ നിസ്സഹായാവസ്ഥകളും കടന്നു പോകുന്ന ഇമോഷൻസും അവളിലെ പോരാട്ട വീര്യവും ഒക്കെ മനോഹരമായി തന്നെ അനശ്വര പോർട്രെയിൻ ചെയ്തിട്ടുണ്ട്. അനശ്വരയുടെ കരിയർ ബെസ്റ്റ് പ്രകടനങ്ങളിൽ ഒന്നാണ് നേരിലെ സാറ എന്ന് പറയാം. എതിർഭാഗം വക്കീലായി എത്തുന്ന സിദ്ദീഖാണ് പ്രകടനം കൊണ്ട് ശ്രദ്ധ കവരുന്ന മറ്റൊരാൾ. പ്രേക്ഷകർക്ക് അങ്ങേയറ്റം ദേഷ്യവും വെറുപ്പും തോന്നുന്ന രീതിയിൽ ഒരു ക്രൂരനായ വക്കീലായി അഴിഞ്ഞാടുകയാണ് സിദ്ദീഖ്. ജഗദീഷ്, ശ്രീധന്യ, പ്രിയാമണി, ശാന്തി മായാദേവി, ഗണേഷ് കുമാർ തുടങ്ങി ചിത്രത്തിലെ മറ്റു അഭിനേതാക്കളും തങ്ങളുടെ കഥാപാത്രങ്ങളെ മികച്ചതാക്കിയിട്ടുണ്ട്. എന്താണ് സാറയ്ക്ക് സംഭവിച്ചത്? ആരാണ് പ്രതി? ആരുടെ ഭാഗത്താണ് നീതി? എന്നൊക്കെ കൃത്യമായി സിനിമയുടെ തുടക്കത്തിൽ തന്നെ വ്യക്തമാക്കിക്കൊണ്ടാണ് ജിത്തു ജോസഫും സഹതിരക്കഥാകൃത്ത് ശാന്തി മായാദേവിയും തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. പകൽ പോലെ തെളിച്ചമുള്ള സത്യത്തെ ക്രിമിനൽ ബുദ്ധിയുള്ള രാജശേഖരന്റെ വാദങ്ങളെയും പ്രതിയുടെ സ്വാധീനത്തെയും മറികടന്ന് വിജയമോഹൻ എങ്ങനെ കോടതിക്ക് മുന്നിൽ തെളിയിക്കും എന്നിടത്താണ് ചിത്രത്തിൻ്റെ എസൻസ് കിടക്കുന്നത്. കോർട്ട് റൂം ഡ്രാമകൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ബോറടിപ്പിക്കാതെ പ്രേക്ഷകരെ പിടിച്ചിരുത്തുക എന്നതാണ്. ആ ഉദ്യമത്തിൽ ജിത്തു ജോസഫ് വിജയിച്ചിട്ടുണ്ടെന്ന് വേണം പറയാൻ. അങ്ങേയറ്റം ഉദ്യോഗജനകമായി തന്നെയാണ് കഥയുടെ മുന്നോട്ടുള്ള പോക്ക്. പരമാവധി റിയലിസ്റ്റിക് ആയി കോടതി മുറി പ്രൊസീജിയറുകളെ അവതരിപ്പിക്കുമ്പോഴും ചിത്രത്തിൻ്റെ സിനിമാറ്റിക് കാഴ്ചയ്ക്ക് വേണ്ട ചേരുവകളുടെ കാര്യത്തിൽ ജിത്തു ജോസഫ് കോംപ്രമൈസ് ചെയ്യുന്നില്ല. കഥാഗതിയിൽ കല്ലുകടിയാവാത്ത രീതിയിൽ ചില ഔട്ട് ഓഫ് ബോക്സ് ആശയങ്ങളും സിനിമാറ്റിക് ചേരുവകളുമെല്ലാം ബ്രില്യൻ്റായി തന്നെ ചിത്രത്തിൽ സന്നിവേശിപ്പിച്ചിട്ടുണ്ട്. സ്ത്രീകൾക്കെതിരായ അതിക്രമത്തെക്കുറിച്ച് സംസാരിക്കുന്ന ചിത്രത്തിൻ്റെ തിരക്കഥാ രചനയിൽ ഒരു സ്ത്രീ പങ്കാളിയാവുന്നതിൻ്റെതായ ഒരു ഫ്രഷ്നെസ്സും നേരിൽ കാണുന്നുണ്ട്. കാരണം തെളിച്ചമുള്ള ചില കാഴ്ചകളും ആശയങ്ങളും കൂടിയാണ് നേര് മുന്നോട്ട് വെക്കുന്നത്. കോടതി മുറികളിൽ വാദപ്രതിവാദങ്ങൾക്കിടയിൽ പീഡനത്തിരയായ സ്ത്രീകളും അവരുടെ കുടുംബവുമൊക്കെ എങ്ങനെയൊക്കെയാണ് അപമാനിക്കപ്പെടുന്നത്, സമൂഹം അവരെ എങ്ങനെയാണ് വിചാരണ ചെയ്യുന്നത് തുടങ്ങിയ ചില യാഥാർത്ഥ്യങ്ങളിലേക്ക് കൂടിയാണ് നേര് ക്യാമറ തിരിക്കുന്നത്. വിതുര പെൺകുട്ടിയെന്നും സൂര്യനെല്ലി പെൺകുട്ടിയെന്നും ഒക്കെ വെറും സ്ഥലപ്പേരുകളായി മാത്രം നമ്മുടെ ചരിത്രത്തിൽ ജീവിക്കുന്ന മുഖം നഷ്ടപ്പെട്ട എത്രയോ പെൺകുട്ടികൾക്കൊപ്പം കൂടി ചേർന്ന് നിന്നാണ് നേര് അതിൻ്റെ കഥ പറയുന്നത്. തിരക്കഥയിലും അഭിനേതാക്കളുടെ പ്രകടനത്തിലും മാത്രമല്ല സാങ്കേതിക വശങ്ങളിലും നേരു മികവ് പുലർത്തുന്നുണ്ട്. സതീഷ് കുറുപ്പാണ് ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത്. എഡിറ്റിംഗ് VS വിനായകനും, സംഗീതം വിഷ്ണുശ്യാമും നിർവഹിച്ചിരിക്കുന്നു. ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂരാണ് നേര് നിർമ്മിച്ചിരിക്കുന്നത്.